ഹായ് ഹലോ അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്പുകളാണ്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്, വലിയ ജീരകമാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ പൊടിക്കുമ്പോൾ അത് സാധാരണയായിട്ട് അതിൻ്റെ അടപ്പിലെല്ലാം തെറിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇനി അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് വറുത്തെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷമാണ് പൊടിക്കാൻ പോകുന്നത്. ഇനി അത് ആ ഒരു അടപ്പിലോ ഒന്നിലും തന്നെ ആകുകയില്ല. നല്ലൊരു ഉപകാരമുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ്. ഞാൻ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ ആ മിക്സിയുടെ ജാറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പ്രസ്സായിട്ട് അതങ്ങിരുന്നോളും. ഈ ഒരു രീതിയിൽ നമ്മൾ മസാലയൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അടപ്പിൽ ഒട്ടിപ്പിടിക്കുകയും മസാലയൊക്കെ ഒട്ടിപ്പിടിച്ച് പോവുകയോ ഒന്നും ചെയ്യില്ല. ഇതാ നോക്കിക്കേ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു പേപ്പറിലോ അടപ്പിലോ ഒട്ടും തന്നെ ആ ഒരു മസാലയുടെ ഒരു അംശം പോലും വന്നിട്ടില്ല. അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെ ചെയ്തപ്പോൾ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസാലയൊക്കെ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഏതൊരു മസാല വേണേലും ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോയാലോ? അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാസ്കൊക്കെ ഇതേപോലെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ ആവശ്യത്തിനാണ് ഇതുപോലുള്ള ഫ്ലാസ്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ലില്ലാതാകാൻ നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഫ്ലാസ്കെല്ലാം നല്ല രീതിയിലൊന്ന് കഴുകി ഉണക്കിയതിന് ശേഷം കുറച്ച് ജീരകം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഫ്ലാസ്കിനകത്തിലുള്ള ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകില്ല. എത്ര നാൾ കഴിഞ്ഞ് വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാകില്ല. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അടുത്ത ടിപ്പിലേക്ക് പോയാലോ? പപ്പായ ഇല കൊണ്ട് ഉള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളാണ് ഉള്ളത്. ഈ ഒരു ഇല കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് കുറഞ്ഞത് മൂലം ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടായിട്ടുള്ളവർക്കെല്ലാം ഒരുപാട് ഉപകാരമാണ്. കൗണ്ട് കൂടുന്നതാണ്. കീടാണുക്കളെ നശിപ്പിക്കാനായിട്ട് ഇതിൻ്റെ നീര് ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പം ഞാനൊരു പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കല്ലില്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെയ്താലും മതിയാകും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും. വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അലുമിനിയം ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായ ഇലയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഇലയുടെ ഈ ഒരു ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോഴേക്കും എണ്ണയ്ക്ക് നല്ലൊരു പച്ച നിറമാണ് കിട്ടുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു മണം നല്ല രീതിയിലുള്ളൊരു മണമാണ്. ഈ ഒരു മണം അടിച്ചാൽ തന്നെ പിന്നെ ആ ഒരു പ്രദേശത്തേക്ക് കൊതുകുകളൊന്നും അടുക്കുകയില്ല. ഇതിപ്പോൾ ഒന്ന് ഒരു ഇലയ്ക്ക് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇളകി കൊടുക്കണം. ഏകദേശം ഒന്നായിട്ടുണ്ട്. ആ ഒരു എണ്ണയ്ക്ക് ഉണ്ടാവും നല്ല പച്ച കളർ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അത് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. ആ ഇലയൊന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കിന് ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടി വേണം നമ്മളിത് ഉപയോഗിച്ച് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഇതിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്താലും അതിൻ്റെ ആ ഒരു കൊത്തുണ്ടല്ലോ, അത് കളയൊന്നും വേണ്ട. അത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു ടിപ്പ് ഞാൻ വീണ്ടും കാണിച്ചു തരാം. കണ്ടോ, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു എണ്ണ നമുക്ക് മഴക്കാലത്തൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന വളങ്കടി പോലുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ് ഈ ഒരു എണ്ണ. ഈ എണ്ണ ആ വളങ്കടിയുള്ള ഭാഗത്ത് നമ്മളിതൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളങ്കടിയെല്ലാം നല്ലപോലെ മാറിക്കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കൊതുക് കടിച്ച പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് കടിച്ചതിൻ്റെ ആ ഒരു തരിപ്പും എല്ലാം മാറിക്കിട്ടും. കുട്ടികളിലൊക്കെ നമ്മൾ ഈ സന്ധ്യാസമയങ്ങളിൽ
ഈ ഒരു എണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിലെ കൊതുക് കടിക്കാതെ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു കടിക്കുന്ന ഒരു തരിപ്പുണ്ടല്ലോ അത് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. വളരെ ഉപകാരമാണ്. ഒരു സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു എണ്ണ ഉപയോഗിച്ചെന്ന് കരുതി. നമുക്ക് നല്ല ഉപകാരമാണ്. പിന്നെ ഈ ഒരു എണ്ണ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 തിരിയിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു എണ്ണ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം സന്ധ്യാസമയത്ത് ഒന്ന് നമ്മൾ കൊതുകുള്ള സ്ഥലത്തൊന്ന് കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രദേശത്തേക്ക് കൊതുകൊന്നും പ്രവേശിക്കുകയില്ല. ഒരുപാട് ഉപകാരമുള്ള നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അതേപോലെ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എവിടാണോ കൊതുക് വരണത് ആ ഒരു സ്ഥലത്ത് നോക്കി വേണം നമ്മൾ കത്തിച്ച് കൊടുക്കാൻ. സാധാരണയായി നമ്മൾ കട്ടിലിൻ്റെ അടിയിലും ജനലിലും ഒക്കെയാണ് സാധാരണ കൊതുകുകളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ കത്തിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. കുട്ടികളൊന്നും എടുക്കാതെ നോക്കണം, കൈ പൊള്ളും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ശ്വാസം മുട്ടുള്ളവർക്കായിരുന്നാലും ഇതിൻ്റെ പുക ശ്വസിച്ചെന്ന് കരുതി ഒരു കുഴപ്പവുമില്ല. ഇത് നമ്മുടെ പപ്പായയില കൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഇതേപോലത്തെ ഒരു പുകയ്ക്കുന്നൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു പപ്പായ ഇലയുടെ ഫ്രൈ ഉണ്ടല്ലോ അത് തന്നെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരിച്ചെടുത്ത ഈ ഒരു കുത്തിലേക്ക് ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു 2-3 കർപ്പൂരമാണ് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണവും കൂടെ ആകുമ്പോഴത്തേക്കിന് നിറയെ നല്ലൊരു വാസനയാണ് നമ്മളെ വീട്ടിൽ നിറയുന്നത് കേട്ടോ. എന്തിനു ശേഷം ഞാനൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ പുക ശ്വസിച്ചെന്ന് കരുതി ശ്വാസം മുട്ടുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. വീട്ടിൽ നല്ലൊരു സുഗന്ധവും പരക്കും. കൊതുകായിരുന്നാലും ചെറിയ ചെറിയ പ്രാണികളായിരുന്നാലും വീട്ടിനുള്ളിൽ പ്രവേശിക്കുകയില്ല. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പുകളാണ് ഇത്. പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ. ഇതിങ്ങനെ കത്തിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഹാളിലോ കിച്ചണിലോ ഒക്കെ കൊതുക് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്തേക്ക് നമ്മളിത് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പം ഒരു കർപ്പൂരം കത്തി തീരുമ്പോഴേക്കും അതങ്ങ് തീയങ്ങ് അണയും. അതിനുശേഷം പിന്നെ പുകഞ്ഞുകൊണ്ടിരുന്നോളും. നല്ലൊരു അടിപൊളി ടിപ്പാണ്. വേറൊരു സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ പുക ശ്വസിച്ചെന്ന് കരുതി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇന്നത്തെ എൻ്റെ ഈ ടിപ്പുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.